കണ്ണിന് മുന്നിൽ നീളുന്ന ലോകത്തേക്ക് നോക്കി കയ്യിലൊരു കത്തുമായി എൻ്റെ കാറിൻ്റെ സീറ്റിലിരുന്ന് അറിയപ്പെടാത്തവരുടെ കത്തുകൾക്ക് ശബ്ദം നൽകുന്ന ഒരിടമാണിത്. അജ്ഞാതരായവരുടെ അമൂല്യമായ കഥകൾ, അവരുടെ കാത്തിരിപ്പുകൾ, വിടപറച്ചിലുകൾ, പ്രതീക്ഷകളും വേദനകളും ഇവിടെ വായിക്കപ്പെടുന്നു. ഓരോ വാക്കുകളും യാഥാർത്ഥ്യം പോലെ, ഓരോ വികാരവും ഹൃദയസ്പർശി എന്നതുപോലെ നിങ്ങളുടെ കഥയും കേൾക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രണയവും നഷ്ടവും ഇഴചേർന്നുള്ള യാത്രയിൽ നിങ്ങളും പങ്കുചേരും. വേർ എവറി വീഡിയോ ഈസ് എ സോഫ്റ്റ് സ്പോക്കൺ മെമ്മറി ആൻഡ് എവറി ലെറ്റർ എ പീസ് ഓഫ് സമ്മൺ ഹാർട്ട്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചവരാണോ അതോ പ്രണയം നഷ്ടപ്പെട്ടവരാണോ? നിങ്ങളൊരിക്കലും തനിച്ചല്ല. നിങ്ങളെ സ്റ്റോറി അനക്ഡോട്ടലിസ്റ്റ് ഡയറിയുമായി ഷെയർ ചെയ്യൂ. ലെറ്റ്സ് ടേൺ ഹാർട്ട് ബ്രേക്ക് ഇൻടു ഹീലിംഗ്സ്. വെൽക്കം ടു ആൻ അനക്ഡോട്ടലിസ്റ്റ് ഡയറി. നമ്മുടെ വീഡിയോ സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ സെക്കൻഡ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഇത് ദിവ്യ, കോഴിക്കോട് നിന്ന് ദിവ്യയാണ് അയച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹായ്, ഞാൻ ദിവ്യ. കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ കുട്ടിയാണ്. എൻ്റെ 18 വയസ്സിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയ സമയമാണ് ഇത് നടക്കുന്നത്. +2 വരെ ഞാൻ പഠിച്ചത് ഗേൾസ് ഓൺലി സ്കൂളിലായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അതിനൊന്നും താല്പര്യവുമില്ലായിരുന്നു. പഠിപ്പിൽ മാത്രമായിരുന്നു അപ്പോഴത്തെ ശ്രദ്ധ. അതിനുശേഷം ഡിഗ്രിക്ക് കോഴിക്കോടുള്ള അത്യാവശ്യം നല്ലൊരു കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മാറുന്ന ആ സംഭവം നടക്കുന്നത്. കോളേജിൽ ഫസ്റ്റ് ഡേ. സിനിമയിൽ കാണുന്നത് പോലെ റാഗിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഞാൻ കോളേജിലേക്ക് പോയത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ കുറച്ച് സീനിയേഴ്സ് വന്ന് പേരൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് നല്ല ഫ്രണ്ട്സായി മാറി. പക്ഷേ സീനിയേഴ്സിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ കണ്ടത്. അയാൾ മാത്രം എന്നോട് ഒന്നും ചോദിച്ചില്ല, സംസാരിച്ചതുമില്ല. എന്തിന്, മുഖമുയർത്തി ഒന്ന് നോക്കിയത് പോലുമില്ല. ദിവസങ്ങൾ പോകവേ ഈ സീനിയേഴ്സൊക്കെയായി ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്കവിടെ ഒത്തിരി ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായി. അന്ന് സംസാരിക്കാതിരുന്ന ആ സീനിയേഴ്സ് ചേട്ടൻ മാത്രം എല്ലാത്തിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിന്നിരുന്നു. പക്ഷേ എനിക്കെന്തോ അയാളോട് ഒന്ന് സംസാരിക്കാൻ തോന്നി. ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിച്ചു. പേര് ചോദിച്ചു. നിവേദ്. നല്ല പേര്. കാഷ്വലായി ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. എനിക്കെന്തോ വല്ലാത്തൊരു അടുപ്പം അയാളോട് തോന്നുന്നുണ്ടായിരുന്നു. നിവേദേട്ടൻ സെക്കൻഡ് ഇയർ ആയിരുന്നെങ്കിലും 21 വയസ്സുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് വേറെ കോഴ്സൊക്കെ പഠിച്ച ശേഷമാണ് ഡിഗ്രിക്ക് വന്നത്. ദിവസങ്ങൾ കഴിയവേ ഞങ്ങൾ നല്ലപോലെ അടുത്തു. ബെസ്റ്റ് ഫ്രണ്ട്സായി. ആ സമയം എൻ്റെ ഉള്ളിൽ നിവേദേട്ടന് വെറും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല, ക്രഷ് എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പ്രണയമെന്ന് വിളിക്കാവുന്ന വല്ലാത്തൊരു ഇഷ്ടം എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ഇയർ തീരാറായി. ആ സമയം അയാളോടുള്ള സ്നേഹം അങ്ങ് ഭ്രാന്തായി. അത്യാവശ്യം ലുക്കുള്ള ആളായതുകൊണ്ട് നിവേദേട്ടന് പ്രപ്പോസലൊക്കെ വരുന്നുണ്ടായിരുന്നു. ആൾ പക്ഷേ എല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്കും ഇഷ്ടം അറിയിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് പോകുമെന്ന ഒരു പേടി, എല്ലാവരെയും പോലെ എന്നെയും റിജക്റ്റ് ചെയ്താലോ എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാനുള്ളതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്തിനാ എല്ലാവരെയും റിജക്റ്റ് ചെയ്യുന്നതെന്ന്. ആ സമയമാണ് നിവേദേട്ടൻ എന്നോട് പറയുന്നത് ആൾക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന്. 9ാം ക്ലാസ് തൊട്ട് തുടങ്ങി. പക്ഷേ അവളുടെ വീട്ടിലറിഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ അവൾ പോയി. അവൾ ക്രിസ്ത്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വീട്ടുകാർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. +2 ആയപ്പോൾ ആ റിലേഷൻ അങ്ങനെ അവസാനിച്ചു. ആ സങ്കടത്തിലും വാശിയിലും കൊച്ചിയിലേക്ക് മാറി നിന്ന് വേറെ കോഴ്സൊക്കെ ചെയ്തു. അതിനൊക്കെ ശേഷമാണ് ഡിഗ്രിക്കായി ഈ കോളേജിൽ വരുന്നത്. നിവേദേട്ടൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നി. അവളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോഴും അവളെ ഇഷ്ടമാണോ എന്ന്. ഇല്ല, അതൊക്കെ വിട്ടു, അവൾക്ക് വിധിച്ചത് വേറെയാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ പറയുന്ന നിവേദേട്ടനെ ഞാൻ നോക്കി നിന്നു. ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നത് പേടി കൊണ്ടാണ്. ഒരുപാട് സ്നേഹിച്ചിട്ട് വിട്ടുപോയാൽ അത് താങ്ങാൻ വലിയ പ്രയാസമാകും. ഒരു ഹാർട്ട് ബ്രേക്ക് ഇനിയും വയ്യ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും ഞാൻ പറഞ്ഞു, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. അപ്പോൾ നിവേദേട്ടൻ എന്നെ സംശയിച്ചു നോക്കി. ആ സമയം എനിക്ക് വല്ലാത്തൊരു ധൈര്യം വന്നു. ഞാൻ എൻ്റെ ഇഷ്ടം അയാളോട് തുറന്നു പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ ആളൊന്ന് ഞെട്ടി. ശേഷം പറഞ്ഞു, നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. ഞാൻ അതൊന്നും കാര്യമാക്കാതെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടതും നിവേദേട്ടൻ ദേഷ്യത്തോടെ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി.
പെട്ടെന്ന് എനിക്ക് സങ്കടമായി. അന്ന് ഒരുപാട് പുറകെ പോയെങ്കിലും നിവേദേട്ടൻ എന്നോട് മിണ്ടിയില്ല, എന്നെ അവോയ്ഡ് ചെയ്തു. എനിക്കത് വല്ലാത്ത വിഷമമായിരുന്നു. ഞാൻ വിളിച്ച ഫോൺ എടുക്കാതെയായി, എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാതെയായി. എൻ്റെ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കപ്പെടാൻ കാരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ കുറ്റബോധം താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അയാൾ എത്രത്തോളം സ്നേഹിച്ചുവെന്ന് ആ അവഗണനയുടെ നാളുകളിൽ എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരു ദിവസം ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തി സംസാരിച്ചു. കുറേ സോറി പറഞ്ഞു. എന്നെ സ്നേഹിക്കേണ്ട, പക്ഷെ അവോയ്ഡ് ചെയ്യില്ലേ എന്ന് കണ്ണു നിറഞ്ഞ് ഞാൻ പറഞ്ഞു. എന്തോ എന്നോട് സഹതാപം തോന്നിയത് കൊണ്ടാകാം ചെറുതായി എന്നോട് മിണ്ടി. പിന്നെ ഞാൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് പഴയതുപോലെ എല്ലാം ആക്കി ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഇഷ്ടം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇയർ തീർന്നു, വെക്കേഷനായി. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്തു. പതിയെ നിവേദേട്ടൻ എന്നോടുള്ള പെരുമാറ്റം മാറി മാറി വരുന്നത് ഞാൻ അറിഞ്ഞു. എന്തോ ഒരു ഇഷ്ടം എന്നോട് ഉള്ളത് പോലെ എനിക്ക് തോന്നി. എങ്കിലും ഞാൻ അത് കാര്യമാക്കിയില്ല. അതല്ല എൻ്റെ തോന്നൽ മാത്രമാണെങ്കിലോ, വെറുതെ ഒരു ഹോപ്പ് വെക്കേണ്ട എന്ന് കരുതി സ്വയം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവധിയുടെ 2 മാസം കഴിഞ്ഞു പോയി. ഈ സമയം ഞങ്ങൾ നല്ലപോലെ അടുത്തിരുന്നു. ഞാൻ സെക്കൻഡ് ഇയറായി, നിവേദേട്ടൻ തേർഡും. ഫസ്റ്റ് ഇയറിൽ പുതിയ കുട്ടികൾ വന്നു. നിവേദേട്ടൻ അവരോടൊക്കെ നല്ല കൂട്ടായി. അതിൽ നിന്നൊരു പെൺകുട്ടി നിവേദേട്ടനെ നോട്ടം ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ നോട്ട് ചെയ്തു. അപ്പോഴേക്കും അവൾ രണ്ടുപേരും നല്ല കൂട്ടായി കഴിഞ്ഞിരുന്നു. പതിയെ എന്നേക്കാൾ കൂടുതൽ സമയം അവളായിരുന്നു അയാളുടെ കൂടെ ചെലവഴിച്ചത്. എന്നോടുള്ള നിവേദേട്ടൻ്റെ സംസാരം കുറഞ്ഞു വന്ന് തുടങ്ങി. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ആ വാശിക്ക് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്ന ബുദ്ധിയിൽ ഞാനും അയാളെ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. നിവേദേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ സീനിയേഴ്സിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഇത് കണ്ട ശേഷം നിവേദേട്ടൻ എന്നെ ഒരുപാട് തവണ ഫോൺ വിളിച്ചു. ഞാൻ എടുത്തില്ല. മെസ്സേജ് അയച്ചത് ഞാൻ നോക്കിയില്ല. കണ്ടാൽ പോലും ഞാൻ മിണ്ടാതെയായി. വെറും വാശി. എന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ, അപ്പോൾ എനിക്കും ആകാമല്ലോ. അങ്ങനെ വാശിയായി. ഒരു ദിവസം ഇങ്ങനെ ഒരു ബോയ്സിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം നിവേദേട്ടൻ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയിരുന്നു. പെട്ടെന്ന് എന്തു പറ്റിയെന്നറിയാതെ ഞാൻ നിവേദേട്ടൻ്റെ മുഖത്ത് നോക്കി. ആളുടെ മുഖത്ത് നല്ല ദേഷ്യമായിരുന്നു. എന്നോട് ചോദിച്ചു, നീ എന്താ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്നെയല്ലേ ആദ്യം അവോയ്ഡ് ആക്കിയത്, എനിക്കുമാകാം. ഞാൻ ഇത്തിരി പുച്ഛത്തോടെ തന്നെയാണ് അത് പറഞ്ഞത്. ആൾക്ക് നല്ല പൊസസീവ്നെസ് ഉണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എന്നോടന്ന് അത്യാവശ്യം ദേഷ്യപ്പെട്ടു. ഇനി നീ എൻ്റെ കൂടെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു പോക്ക് പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം സന്തോഷമായി. എൻ്റെ കാര്യത്തിൽ ആൾക്ക് ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. അതോർത്ത് ഞാൻ സമാധാനിച്ചു. എന്നാൽ അതിനുശേഷം പിന്നീട് ഞാൻ കണ്ടത് നിവേദേട്ടൻ്റെ വല്ലാത്തൊരു ചേഞ്ചാണ്. എന്നെ വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാം ബ്ലോക്ക് ചെയ്തു. എനിക്ക് നെഞ്ച് പൊട്ടുന്നത് പോലെ വേദന തോന്നി. കോളേജിൽ വെച്ച് കണ്ട് സംസാരിക്കാമെന്ന് കരുതിയപ്പോൾ കോളേജിൽ പോലും വരാതെയായി. ആൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ ഒരാഴ്ചയോളം ഞാൻ വിഷമിച്ച് കരഞ്ഞു നടന്നു. ആളുടെ ഫ്രണ്ട്സിനോടെല്ലാം അന്വേഷിച്ചു. അവർക്കും കാരണം അറിയില്ല എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും എൻ്റെ മനസ്സ് തകർന്നുകൊണ്ടിരുന്നു. നിവേദേട്ടൻ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. ഓരോ രാത്രിയും ഉറങ്ങാതെ ഞാനിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും ഞാൻ വിളിച്ചു നോക്കി. റിങ് കേൾക്കുന്നുണ്ട്, പക്ഷെ എടുത്തില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു അന്ന് എനിക്ക്. എല്ലാം തീർന്നു. എൻ്റെ പ്രണയം അവസാനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കോളേജിൽ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പ്രണയം അവസാനിച്ച് നിൽക്കുന്ന എനിക്ക് എന്ത് വാലന്റൈൻസ് ഡേ? അന്ന് കോളേജിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ വരാൻ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് വിളിച്ച് നിർബന്ധിച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അന്ന് കോളേജിൽ പോയി. അന്ന് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ കണ്ടത് ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതുപോലെ എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നിവേദേട്ടനെയാണ്. അത് സത്യമാണോ എന്നറിയാതെ ഞാൻ അമ്പരന്ന് പോയിരുന്നു. നിവേദേട്ടൻ സംസാരിക്കുന്നത് കേട്ട് ആ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ ഞാൻ നിന്നു. എന്താണ് അയാൾ പറയുന്നതെന്ന് പോലും എൻ്റെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നെഞ്ചിങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു. എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും കഴിയാതെ എൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്നറിയില്ല. കൂടുതൽ സമയം അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ ഞാൻ പെട്ടെന്ന് പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് നടന്നുപോയി. ഹാളിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കുന്ന നിവേദേട്ടനെ ഞാൻ കണ്ടു. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന നിവേദേട്ടനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്നെ ഇത്ര നാളും അവോയ്ഡ് ചെയ്തതല്ലേ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വാശി കയറി. പിന്നെ എന്നെ നോക്കി ചിരിച്ചപ്പോഴും ഞാൻ ആളെ മൈൻഡ് ചെയ്തില്ല. ഉച്ചയായതും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട്സിൻ്റെ കൂടെ ക്യാൻറ്റീനിൽ നിന്ന് വരുമ്പോഴാണ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന നിവേദേട്ടനെ ഞാൻ കാണുന്നത്. അവിടെ തനിച്ച് നിൽക്കുന്ന നിവേദേട്ടനെ കണ്ടപ്പോൾ ഇത്ര നേരം അവോയ്ഡ് ചെയ്തതല്ലേ, ഇനി ആ പാവത്തിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് നിവേദേട്ടൻ്റെ അടുത്തേക്ക് വന്ന ജൂനിയർ പെൺകുട്ടി കയ്യിൽ നിന്ന് റോസ് ഫ്ലവർ നീട്ടിക്കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് നിവേദേട്ടനെ പ്രപ്പോസ് ചെയ്തു. 5-10 നിമിഷങ്ങൾ എടുത്ത് കാണും അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അവിടെ നിന്ന് ഓടിപ്പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അനങ്ങാൻ കഴിയാത്ത പോലെ കാലുകളോട് ഉറച്ചു പോയിരുന്നു. എന്നെ വേണ്ടാത്ത സ്ഥിതിക്ക് അവളുടെ പ്രപ്പോസൽ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആൾ ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് റോസ് വാങ്ങി. എൻ്റെ ചങ്ക് തകർന്ന പോലെ തോന്നിയ നിമിഷം റോസ് വാങ്ങി നേരെ വന്നത് എൻ്റെ അടുത്തേക്കാണ്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവാതെ നിന്ന സമയം ആൾ എൻ്റെ അടുത്ത് വന്ന്
ആ ഫ്ലവർ എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ദിവ്യ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതുവരെ എനിക്ക് ആരോടും തോന്നിയിട്ടില്ലാത്തൊരു ഫീലാണ് നിന്നോട്. എൻ്റെ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ നടക്കുന്നതെന്ന് അറിയാതെ സ്റ്റക്കായിരുന്നു ഞാൻ. അപ്പോഴേക്കും അവിടേക്ക് വന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി ചിരിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും പ്ലാൻ ചെയ്തുള്ള പണിയായിരുന്നു എന്ന്. ആ ദിവസത്തിന് വേണ്ടി അവരൊക്കെ പ്ലാൻ ചെയ്ത് നടത്തിയ അഭിനയമായിരുന്നു എല്ലാം. ആ ജൂനിയർ കുട്ടി വരെ അഭിനയമായിരുന്നു. എനിക്ക് അയാളോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണോ എന്ന് അറിയാനും കൂടിയായിരുന്നു അവരത് ചെയ്തത്. പെട്ടെന്ന് സങ്കടം അടക്കാനാവാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ കരയുന്നത് കണ്ടതും നിവേദേട്ടൻ വിഷമമായി. എല്ലാത്തിനും എന്നോട് ഒരുപാട് സോറി പറഞ്ഞു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. അന്ന് ആ ദിവസം ആ കോളേജിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ പ്രണയം പൂവണിഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള പെൺകുട്ടി ഞാനാണെന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പ്രണയകാലമായിരുന്നു. കോളേജിലെ എല്ലാവർക്കും അസൂയ തോന്നുന്ന വിധത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ലവ് ആയിരുന്നു ഞങ്ങളുടെ. പിന്നീടുള്ള ദിവസങ്ങളിൽ ശരിക്കും അയാളുടെ സ്നേഹം ഞാൻ എൻജോയ് ചെയ്തു. നിവേദേട്ടൻ്റെ സാമീപ്യം, സ്പർശനങ്ങൾ, ചെറിയ ചെറിയ ചുംബനങ്ങൾ എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ആ കോളേജിൽ നിന്ന് ഇറങ്ങി. ഞാൻ 3rd ഇയറായി. ആ സമയത്ത് തന്നെ നിവേദേട്ടൻ എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. നിവേദേട്ടൻ ബാംഗ്ലൂരിലൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഇനി 6 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിൽ കല്യാണം. കാത്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാമുകിൽ നിന്ന് ഭാര്യ എന്ന പദവി നേടാൻ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ ദിവ്യ നിവേദ്.